ഹലോ, ഇന്ന് നമുക്കൊരു കിടിലൻ റെസിപ്പി ഉണ്ടാക്കിയാലോ? മത്തി മുളകിട്ടത്. അപ്പോൾ എല്ലാവരും സാധാരണ മത്തി മുളകിടാറുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ മത്തിയൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് മുളകിട്ട് നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാൻ വളരെ കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പേസ്റ്റ് അല്ല കേട്ടോ, ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ 4 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി നല്ല പോലെ വെന്തുടയുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. തക്കാളി നല്ല പോലെ വെന്തുടയണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ. അപ്പോൾ മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളി വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളമായിട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ വാളൻപുളി തന്നെ ചേർക്കണം കേട്ടോ ഈ രീതിയിൽ മീൻ കറി വെക്കുമ്പോൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാളൻപുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയിപ്പോൾ വാളൻപുളി യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പിന്നെ കുടംപുളി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ഇപ്പോൾ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 500 ഗ്രാം മത്തിയാണ് എടുത്തിട്ടുള്ളത്. തലയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ മത്തിയുടെ ഉള്ളിലുള്ള പനഞ്ഞി എടുത്തിട്ടുണ്ട്. പിന്നെ മീനിന് വരഞ്ഞെടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ മീൻ നമ്മൾ ഈ കറിയിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ കറി നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ നല്ല പോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കറിയൊക്കെ മീനിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം വെള്ളം ചേർക്കാതിരിക്കുക കേട്ടോ നല്ലത്. നമ്മൾ ഇനി ഇത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കാതിരിക്കുക കേട്ടോ നല്ലത്. പിന്നെ നമ്മളിത് വറ്റിച്ചെടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. ഇപ്പോൾ ഇത് കുറേയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിന് ശേഷമാണ് കേട്ടോ അത്. ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. മീനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കാം. പിന്നെ സെർവ് ചെയ്യുമ്പോൾ നമ്മളിത് തുറന്നാൽ മതി. അപ്പോഴേക്കും നല്ല അടിപൊളി ടെക്സ്ചറിൽ നമ്മുടെ മീൻ കറി കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കിടിലൻ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്